നമസ്കാരം. പ്രധാന വാർത്തകൾ. മുതലമട പഞ്ചായത്തിൽ ഭരണപ്രതിസന്ധി സൃഷ്ടിക്കാൻ CPM ശ്രമമെന്ന് ആദിവാസി സംരക്ഷണ സമിതി. ഭരണം നഷ്ടപ്പെട്ട CPM ജീവനക്കാരെ സ്ഥലം മാറ്റിയും ഭീഷണിപ്പെടുത്തിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണെന്ന് സമിതി സെക്രട്ടറി മാരിയപ്പൻ നീലിപ്പാറ. 47 ആദിവാസി കോളനികളും 47 പട്ടികജാതി കോളനികളുമുള്ള പഞ്ചായത്തിൽ ട്രൈബൽ ഓഫീസർ പോലുമില്ല. മുള്ളൂർക്കര ആറ്റൂരിൽ പുതുവർഷ ആശംസ പറയാതിരുന്നതിന്റെ പേരിൽ യുവാവിനെ കുത്തിവീഴ്ത്തി ഒളിവിൽ പോയ പ്രതി പോലീസിന്റെ പിടിയിൽ. ചെറുതുരുത്തി പോലീസ് പ്രതി ഷാഫിയെ പിടികൂടിയത് വടക്കാഞ്ചേരിയിൽ വെച്ച്. കഴിഞ്ഞ ദിവസം കുത്തേറ്റത് ആറ്റൂർ സ്വദേശി സുഹൈബ് എന്ന യുവാവ്. തൃശൂർ വേലൂരിൽ കടന്നൽ കുത്തേറ്റ് ഗൃഹനാഥൻ മരിച്ചു. മരിച്ചത് കർഷകനായ വല്ലൂരാൻ വീട്ടിൽ ഷാജു. ഷാജുവിന് കടന്നൽ കുത്തേറ്റത് കൃഷിയിടത്തിൽ വെച്ച്. തർക്കങ്ങൾ വിട്ടൊഴിയാതെ ഓങ്ങല്ലൂർ ടൗണിലെ ഓട്ടോറിക്ഷ ക്യൂ സിസ്റ്റം നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ഓട്ടോ തൊഴിലാളികൾ പഞ്ചായത്ത് അധികൃതർക്ക് നിവേദനം നൽകി. പഞ്ചായത്ത് പരിധിയിലെ ഒരു സ്റ്റാൻഡിൽ മാത്രം ക്യൂ സിസ്റ്റം കൊണ്ടുവരുന്നത് വിവേചനമെന്ന വാദവുമായി പ്രതിപക്ഷ UDF അംഗങ്ങൾ. പട്ടാമ്പി കുളപ്പുള്ളി റോഡ് നവീകരണം പുരോഗമിക്കുന്നു. മഞ്ഞളുങ്ങൽ മേഖലയിൽ ആദ്യഘട്ട ടാറിംഗ് ആരംഭിച്ചു. റൂട്ടിൽ ഗതാഗത നിയന്ത്രണം. സമഗ്ര റോഡ് നവീകരണം കിഫ്ബിയിൽ നിന്ന് അനുവദിച്ച 82 കോടി രൂപ ചിലവിൽ. മുല്ലപ്പൂവിന് തീവില. 1 കിലോ മുല്ലപ്പൂവിന് കേരളത്തിൽ വില 4000 രൂപയ്ക്ക് മുകളിലായി. പ്രതികൂല കാലാവസ്ഥ മൂലം തമിഴ്നാട്ടിൽ നിന്ന് പൂക്കളെത്തുന്നതിൽ സംഭവിച്ച കുറവ് വിലക്കയറ്റത്തിന് കാരണമെന്ന് പൂക്കച്ചവടക്കാർ. ഗുരുവായൂരിൽ 1 മുഴം പൂവിന് വില 100 രൂപ വരെ. ഒറ്റപ്പാലത്ത് ഡയലോഗ് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന് ഒരുക്കങ്ങളായി. ഫിലിം ഫെസ്റ്റിവൽ ജനുവരി 9 മുതൽ 12 വരെ. ഒറ്റപ്പാലത്തിന്റെ സാംസ്കാരിക ഭൂപടത്തിൽ സവിശേഷ അടയാളമായി ചലച്ചിത്രോത്സവം മാറിയിട്ടുണ്ടെന്ന് K. പ്രേംകുമാർ MLA. തടവറയിൽ അകപ്പെട്ടവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കലാണ് 8ാമത് ഡയലോഗ് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ പ്രമേയമെന്ന് സംഘാടകർ. വാർത്തകൾ വിശദമായി. മുതലമട പഞ്ചായത്തിലെ ഭരണപ്രതിസന്ധി മുതലമട പഞ്ചായത്ത് മുൻ CPM ഭരണസമിതിയുടെ സൃഷ്ടിയെന്ന് ആദിവാസി സംരക്ഷണ സമിതി സെക്രട്ടറി മാരിയപ്പൻ നീലിപ്പാറ. പഞ്ചായത്ത് ഭരണം നഷ്ടപ്പെട്ട CPM ജീവനക്കാരെ അന്യായമായി സ്ഥലം മാറ്റിയും ഭീഷണിപ്പെടുത്തിയും ഭരണപ്രതിസന്ധി സൃഷ്ടിക്കുകയാണെന്നും മാരിയപ്പൻ നീലിപ്പാറ പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. CPMന് പഞ്ചായത്ത് ഭരണം നഷ്ടമായതോടെയാണ് ഉദ്യോഗസ്ഥരെ അന്യായമായി സ്ഥലം മാറ്റലും ഭീഷണിപ്പെടുത്തലും ആരംഭിച്ചതെന്ന് മാരിയപ്പൻ നീലിപ്പാറ പറഞ്ഞു. 47 ആദിവാസി കോളനിയും 47 പട്ടികജാതി കോളനിയുമുള്ള മുതലമട പഞ്ചായത്തിൽ ട്രൈബൽ ഓഫീസർ പോലുമില്ലാത്ത അവസ്ഥയാണിപ്പോൾ. CPM ഭരണസമിതിയുടെ കാലത്ത് ആദിവാസി പിന്നോക്ക ക്ഷേമ ഫണ്ടുകൾ ഭൂരിഭാഗവും പാഴാക്കിക്കളഞ്ഞു. പഞ്ചായത്തിൽ ആവശ്യത്തിന് ജീവനക്കാരെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും നടത്തിവരുന്ന രാപ്പകൽ നിരാഹാര സമരത്തിന് ആദിവാസി സംരക്ഷണ സമിതി പിന്തുണ നൽകിയത് ആദിവാസി ഫണ്ട് നഷ്ടപ്പെടാതിരിക്കാനാണ്. ആദിവാസി മേഖലയ്ക്ക് MLA ഫണ്ടിൽ നിന്ന് അനുവദിച്ച ആംബുലൻസ് പോലും CPM പ്രതിനിധിയായിരുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് തിരിച്ചെടുത്തു. ഭരണം നഷ്ടപ്പെട്ട CPMന്റെ വെപ്രാളമാണ് മുതലമടയിൽ നടക്കുന്നത്. ആവശ്യത്തിന് ജീവനക്കാരെ നിയമിക്കാനും ആദിവാസി പിന്നോക്ക ഫണ്ടിൽ തട്ടിപ്പ് നടത്തിയവർക്കെതിരെ നടപടിയും ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കും. മുതലമട മുൻ CPM ഭരണസമിതിയെയും CPM നേതാക്കളെയും നിയന്ത്രിക്കാൻ നേതൃത്വം ഇടപെടണമെന്നും മാരിയപ്പൻ നീലിപ്പാറ ആവശ്യപ്പെട്ടു. ഈ കോളനിയിലുള്ള പഞ്ചായത്താണ്. കുറേ വർഷങ്ങളായി ഏറെക്കുറെ പറയണമെങ്കിൽ ഒരു 10 കൊല്ലമായിട്ട് അവിടെ യഥാർത്ഥത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആദിവാസികളുടെ വികസനം കിട്ടുന്നില്ല എന്ന് മാത്രം. ഒരുപാട് പ്രശ്നങ്ങൾ. ജാതി സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല. വീട് വയ്ക്കാൻ ഒളിഞ്ഞുപോയ വീടുകൾ വരെ മൊത്തം കെട്ടാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഒഴിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതിനൊരുക്കുന്ന സമയത്ത് തന്നെയാണ് ആദിവാസി സംരക്ഷണ സംഘം പലർക്കും പരാതി കൊടുത്തിട്ടുണ്ടെങ്കിലും പരാതിക്ക് യാതൊരു മറുപടിയും ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല ഇതിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 14-ാം തീയതി അവിടുത്തെ മുതലമട പഞ്ചായത്തിലെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒരു സത്യാഗ്രഹ സമരം ഇറക്കിയും ആ സമരത്തിനെ പിന്തുണച്ചുകൊണ്ട് ആദിവാസി സംരക്ഷണ സംഘത്തിൻ്റെ ഭാഗമായി ഞങ്ങളും അതിൽ അനുസരിച്ചുകൊണ്ട് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഫണ്ടുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഏർപ്പെടുത്തിയ പ്രസിഡന്റിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സെക്രട്ടറി അവിടെ എപ്പോഴും നിലവിലുണ്ടാവില്ല. രണ്ടാമത്തത് AS ഇപ്പോഴേ വന്ന് സാരഥി എടുത്തിട്ടുള്ളത് 2-3 ദിവസം ഈ സമരത്തിന്റെ ഭാഗമായിട്ടാണ് സാരഥി എടുത്തിട്ടുള്ളത്. ഊരുമൂപ്പന്മാരായ രാമൻകുട്ടി, ചിന്നസ്വാമി, ആദിവാസി സംരക്ഷണ സമിതി പ്രസിഡന്റ് മുരുകേശൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.
മുള്ളൂർക്കര ആറ്റൂരിൽ പുതുവത്സര ആശംസ പറയാതിരുന്നതിന്റെ പേരിൽ യുവാവിനെ കുത്തിവീഴ്ത്തി ഒളിവിൽ പോയ പ്രതി അറസ്റ്റിൽ. മുള്ളൂർക്കര അറക്കത്ത് പറമ്പിൽ 26 വയസ്സുള്ള ഷാഫിയെയാണ് ചെറുതുരുത്തി SI നിഖിലിന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരിയിൽ നിന്ന് പിടികൂടിയത്. പുതുവത്സര അഭിനന്ദനങ്ങൾ അറിയിച്ചില്ല എന്നാരോപിച്ച് ആറ്റൂർ പൂവത്തിങ്കൽ വീട്ടിൽ 22 വയസ്സുള്ള സുഹൈബിനെയാണ് പ്രതി കുത്തി പരിക്കേൽപ്പിച്ചത്. സംഭവത്തെ തുടർന്ന് മുള്ളൂർക്കര അറക്കത്ത് പറമ്പിൽ വീട്ടിൽ 26 വയസ്സുള്ള ഷാഫി എന്ന ഹാപ്പി ഒളിവിലായിരുന്നു. ചെറുതുരുത്തി SI നിഖിലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. വടക്കാഞ്ചേരി ഉത്രാളിക്കാവിന് സമീപം പ്രതി ഒളിവിൽ കഴിയുന്നുണ്ടെന്ന് പോലീസിന് വിവരം ലഭിച്ചിരുന്നു. രഹസ്യ വിവരത്തെ തുടർന്ന് SIയുടെ നേതൃത്വത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരായ വിനീത് മോൻ, ഗിരീഷ് എന്നിവർ ചേർന്നാണ് പ്രതിയെ ഇവിടെ എത്തി പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. തർക്കങ്ങൾ വിട്ടൊഴിയാതെ ഓങ്ങല്ലൂർ ടൗണിലെ ഓട്ടോറിക്ഷ ക്യൂ സിസ്റ്റം നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ഓട്ടോ തൊഴിലാളികൾ പഞ്ചായത്ത് അധികൃതർക്ക് നിവേദനം നൽകി. അതേസമയം ഒരു സ്റ്റാൻഡിൽ മാത്രം ക്യൂ സിസ്റ്റം കൊണ്ടുവരുന്നത് വിവേചനമാണെന്ന് ചൂണ്ടിക്കാട്ടി UDF പ്രതിപക്ഷ അംഗങ്ങൾ എതിർപ്പുമായി നേരത്തെ രംഗത്തെത്തിയിരുന്നു. ഓങ്ങല്ലൂർ നഗരത്തിലെ 2ാം നമ്പർ ഓട്ടോ സ്റ്റാൻഡിൽ ക്യൂ സിസ്റ്റം നടപ്പാക്കണമെന്ന ആവശ്യമായാണ് തൊഴിലാളികൾ രംഗത്തെത്തിയത്. ഇക്കാര്യം ഉന്നയിച്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് നിവേദനം നൽകി. മറ്റുള്ള ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഓട്ടോറിക്ഷകൾ ആളുകളെ വിളിച്ച് കയറ്റുകയും റിട്ടേൺ പോകുമ്പോൾ ആളുകളെ കയറ്റിപ്പോവുകയും ചെയ്യുന്നതിനാൽ ബുദ്ധിമുട്ട് നേരിടുകയാണെന്ന് ഓട്ടോ സ്റ്റാൻഡിലെ തൊഴിലാളികൾ പറയുന്നു. ഓങ്ങല്ലൂരിലെ ഓട്ടോ സ്റ്റാൻഡിൽ നിലനിൽക്കുന്ന തർക്കങ്ങളെ തുടർന്ന് ഗ്രാമപഞ്ചായത്തിൻ്റെയും പട്ടാമ്പി പോലീസിൻ്റെയും നേതൃത്വത്തിൽ നേരത്തെ യോഗം ചേരുകയും 2ാം നമ്പർ സ്റ്റാൻഡിൽ ക്യൂ സിസ്റ്റം കൊണ്ടുവരാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഒരു സ്റ്റാൻഡിൽ മാത്രം ക്യൂ സിസ്റ്റം കൊണ്ടുവരുന്നത് വിവേചനമാണെന്ന് ആരോപിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം പഞ്ചായത്തിലെ UDF പ്രതിപക്ഷ മെമ്പർമാർ രംഗത്തെത്തുകയും തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് അധികൃതർക്ക് നിവേദനം നൽകുകയും ചെയ്തിരുന്നു. ഇതിനു പുറകെയാണ് ക്യൂ സിസ്റ്റം നടപ്പാക്കണമെന്ന ആവശ്യവുമായി സ്റ്റാൻഡിലെ ഒരു വിഭാഗം തൊഴിലാളികൾ രംഗത്തെത്തിയത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. തൃശൂർ വേലൂരിൽ ഗൃഹനാഥൻ കടന്നൽ കുത്തേറ്റ് മരിച്ചു. വല്ലൂരാൻ വീട്ടിൽ പൗലോസിന്റെ മകൻ ഷാജുവാണ് മരിച്ചത്. കർഷകനായ ഷാജുവിനെ കൃഷിയിടത്തിൽ വച്ചാണ് കടന്നൽ കുത്തേറ്റത്. ഉടൻ തന്നെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. പൈങ്കുളം റെയിൽവേ ലെവൽ ക്രോസിൽ എമർജൻസി സ്ലൈഡിംഗ് ബൂം ഒരുങ്ങുന്നു. ലിഫ്റ്റിംഗ് ബാരിയറുകൾ തകരാറിലായാൽ സുരക്ഷയ്ക്കായി ഉപയോഗിക്കാൻ കഴിയുന്ന സംവിധാനമാണിത്. പൈങ്കുളം റെയിൽവേ ലെവൽ ക്രോസിൽ എമർജൻസി സ്ലൈഡിംഗ് ബൂം സ്ഥാപിക്കുന്ന പ്രവൃത്തികൾക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞു. പാലക്കാട് റെയിൽവേ ഡിവിഷന് കീഴിലെ ഉദ്യോഗസ്ഥരെത്തിയാണ് നിർമ്മാണത്തിന് മേൽനോട്ടം വഹിക്കുന്നത്. ഈ സംവിധാനം വരുന്നതോടെ സിഗ്നൽ കിട്ടാതെ ഗേറ്റ് തുറന്നടയ്ക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടായാലും എമർജൻസി ഗേറ്റ് അടച്ചിടാൻ കഴിയും. ജനങ്ങളുടെ സുരക്ഷയെ കരുതിയാണ് സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. ഏതാനും ദിവസം കൊണ്ട് പ്രവൃത്തി പൂർത്തിയാക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഇടയ്ക്കിടെ അടച്ചിടുന്ന ലെവൽ ക്രോസിൽ മേൽപ്പാലം വേണമെന്ന ആവശ്യം ഏറെ നാളായി നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇത് കടലാസിൽ ഒതുങ്ങുകയാണ്. പലപ്പോഴും വാഹനങ്ങൾക്ക് ഗേറ്റ് അടയ്ക്കുമ്പോൾ 20 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ ഗേറ്റ് തുറക്കുന്നതിനായി കാത്തു നിൽക്കേണ്ട അവസ്ഥയുണ്ടാകാറുണ്ട്. സ്വകാര്യ ബസ് ജീവനക്കാർ തമ്മിലുള്ള വാക്കേറ്റത്തിനും പലപ്പോഴും ഗേറ്റിലെ തടസ്സം കാരണമാകാറുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പട്ടാമ്പി കുളപ്പുള്ളി IPT റോഡ് നവീകരണം പുരോഗമിക്കുന്നു. ഓങ്ങല്ലൂർ മഞ്ഞളുങ്ങൽ മേഖലയിൽ ടാറിംഗ് പ്രവൃത്തികൾ ആരംഭിച്ചതോടെ റൂട്ടിൽ ഗതാഗത നിയന്ത്രണവുമുണ്ട്. കിഫ്ബിയിൽ നിന്നും അനുവദിച്ച 82 കോടി രൂപ ചെലവിലാണ് പാത നവീകരണം. പട്ടാമ്പി നിള ആശുപത്രി മുതൽ കുളപ്പുള്ളി IPT വരെയുള്ള പാത നവീകരണ പ്രവൃത്തികളാണ് പുരോഗമിക്കുന്നത്. നിലവിൽ മെറ്റലിംഗ് പൂർത്തിയാക്കിയ സൗദി സ്റ്റീൽ മുതൽ മഞ്ഞളുങ്ങൽ പാടം വരെയുള്ള ഭാഗത്ത് ആദ്യഘട്ട BM ടാറിംഗ് പ്രവൃത്തികൾ ആരംഭിച്ചു. ജനുവരി 2 പുലർച്ചെ 1 മണി മുതൽ നിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കമായി. 4 രാവിലെ 7 മണി വരെയാണ് പ്രവൃത്തികൾ നടത്തുക. പൂർണ്ണമായും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയാണ് ടാറിംഗ്. പാലക്കാട് ഭാഗത്തു നിന്ന് പട്ടാമ്പിയിലേക്ക് വരുന്ന വാഹനങ്ങൾ വാണിയംകുളത്ത് നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് വല്ലപ്പുഴ വഴി പട്ടാമ്പിയിലേക്കും തിരിച്ചും പോകേണ്ടതാണ്. പാലക്കാട് ഭാഗത്തു നിന്ന് ഗുരുവായൂർ കുന്നംകുളം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ കുളപ്പുള്ളി ചെറുതുരുത്തി കൂട്ടുപാത വഴിയാണ് തിരിച്ചുവിടുന്നത്. നേരത്തെ പല ഭാഗങ്ങളിലും ആദ്യഘട്ട ടാറിംഗ് പ്രവൃത്തികൾ പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ നടക്കുന്ന ടാറിംഗ് പ്രവൃത്തികൾ പൂർത്തിയായാൽ മഞ്ഞളുങ്ങൽ പാടം ഭാഗത്തെ പ്രവൃത്തികളും വാടാനംകുറിശ്ശിയിലെ പാടം ഭാഗത്തെ പ്രവൃത്തികളും ഉടൻ ആരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ആകെ 14.5 കിലോമീറ്റർ ദൂരമാണ് പാത നവീകരണം നടപ്പാക്കുന്നത്. കിഫ്ബി ഫണ്ടിൽ നിന്ന് 82 കോടി രൂപ ചെലവഴിച്ചാണ് നവീകരണം. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി.
പറളി മേഖലയിൽ വേനലിന്റെ ആരംഭത്തിൽ തന്നെ തീപിടുത്തം വ്യാപകമാകുന്നു. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് എടത്തറയിൽ പുൽക്കാടിന് തീപിടിച്ചു. 2 ദിവസം മുമ്പ് ഓടന്നൂർ വലിയ പറമ്പിൽ 2.5 ഏക്കർ സ്ഥലത്തെ പുൽക്കാട് കത്തിനശിച്ചിരുന്നു. എടത്തറ 5-ാം മൈൽ പാറമേടിനു സമീപമാണ് വീണ്ടും പുൽക്കാടിന് തീപിടിച്ചത്. അഗ്നിരക്ഷാസേന എത്തും മുമ്പ് പുൽക്കാട് കത്തിയമർന്നു. പുതുവർഷത്തിൽ നിരത്തുകൾ അപകടരഹിതമാക്കാൻ ബോധവൽക്കരണവുമായി പട്ടാമ്പി പോലീസ്. ലഘുലേഖ വിതരണം ഉൾപ്പെടെ നടത്തിയാണ് ബോധവൽക്കരണം സംഘടിപ്പിച്ചത്. കേരള പോലീസ് ട്രാഫിക് എൻഫോഴ്സ്മെന്റും പട്ടാമ്പി പോലീസും ചേർന്നാണ് പുതുവർഷത്തിൽ ബോധവൽക്കരണവുമായി രംഗത്തിറങ്ങിയത്. നിരത്തുകൾ അപകടരഹിതമാകട്ടെ എന്ന സന്ദേശമുയർത്തിയായിരുന്നു ബോധവൽക്കരണം. ഡ്രൈവർമാർ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ ഉൾപ്പെടെ അടങ്ങിയ ലഘുലേഖ വിതരണം ചെയ്തു. പട്ടാമ്പി പോലീസ് ഇൻസ്പെക്ടർ PK പത്മരാജൻ, ട്രാഫിക് എൻഫോഴ്സ്മെന്റ് യൂണിറ്റ് SI-മാരായ PK സന്തോഷ്, V രാജേഷ്, CPO-മാരായ ജതീഷ്, ഷാജുമോൻ, ASI സജീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മുല്ലപ്പൂവിന് തീവില. കേരളത്തിൽ മുല്ലപ്പൂവിന്റെ വില കിലോയ്ക്ക് 4,000 രൂപയ്ക്ക് മുകളിലായി. കടുത്ത മഞ്ഞുവീഴ്ച മൂലം പൂക്കളുടെ വരവ് ഗണ്യമായി കുറഞ്ഞതാണ് വില വർധനയ്ക്ക് പ്രധാന കാരണം. തമിഴ്നാടിൻ്റെ തെക്കൻ ജില്ലകളിലാണ് മുല്ലപ്പൂ കൃഷി കൂടുതലായി നടക്കുന്നത്. നവവധുവിൻ്റെ കാർകൂന്തൽ അലങ്കരിക്കാൻ ഇന്നും മുല്ലപ്പൂവിന് പകരം വയ്ക്കാൻ മറ്റു പൂക്കളില്ല. വിവാഹ സീസണും ആഘോഷകാലവുമായതിനാൽ ഡിമാൻഡും കൂടി. വരും ദിവസങ്ങളിൽ ഇനിയും മുല്ലപ്പൂവിന് വില വർദ്ധിക്കുമെന്നാണ് കച്ചവടക്കാർ പറയുന്നത്. കാലാവസ്ഥയിലുണ്ടായ മാറ്റം മൂലം ഉൽപ്പാദനം കുറഞ്ഞതോടെ മുല്ലപ്പൂവിൻ്റെ വില കുതിക്കുകയാണെന്നും ഇത് കച്ചവടത്തെ വളരെയധികം ബാധിച്ചെന്നും ഗുരുവായൂർ ശ്രീകൃഷ്ണ ഫ്ലവേഴ്സ് ആൻഡ് ഇവൻറ്റ്സ് ഉടമ അജിത്ത് ഗുരുവായൂർ പറഞ്ഞു. മുല്ലപ്പൂവിന് ഇനി ഇവിടുന്ന് അങ്ങോട്ട് വിലകൾ കൂടും. കാരണം മകരമാസത്തോടനുബന്ധിച്ചിട്ട് മഞ്ഞിൻ്റെ കാരണം മുല്ലപ്പൂവിൻ്റെ ക്ഷാമവും കാരണവും പിന്നെ ഇപ്പോൾ ഈ മഴയുടെ കാരണം മുല്ലപ്പൂവിന് വില കൂടിക്കൊണ്ടിരിക്കുന്നു. ഡിസംബർ ജനുവരി ഫസ്റ്റ് ആകുമ്പോഴേക്കൊക്കെ 5,000 രൂപ വരെ വില എത്തുന്ന ഒരു സന്ദർഭം വരുന്നുണ്ട്. എല്ലാ വർഷവും ഈ സീസണിലാണ് മുല്ലപ്പൂവിന് വില കൂടുന്നത്. കാരണം ഒന്ന് പൂവ് കിട്ടുന്നതിൻ്റെ ഷോർട്ടേജാണ് ഏറ്റവും കൂടുതൽ വില. കാരണം ഈ മഞ്ഞുകാലത്ത് മുല്ലപ്പൂവ് കരിമുട്ട് മാതിരി വരും, വിരിയില്ല, പൂവ് ഷോർട്ടുമായിട്ട് വരും. അതുകൊണ്ടാണ് ഈ വില മുല്ലപ്പൂവിന് ഈ കാലങ്ങളിൽ വില കൂടാനുള്ള കാരണം. ഗുരുവായൂരിലെത്തുന്ന തീർത്ഥാടകർ 70 മുതൽ 80 രൂപ വരെ നൽകിയാണ് 1/2 മീറ്റർ പൂ വാങ്ങിക്കുന്നത്. തമിഴകത്തെ മല്ലി എന്നറിയപ്പെടുന്ന മുല്ലപ്പൂവ് ഡിണ്ടിഗൽ, മധുര, മൈസൂർ, നെലക്കോട്ട, ശങ്കരൻകോവിൽ എന്നിവിടങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് എത്തുന്നത്. ഡിസംബർ മാസം തുടക്കം തന്നെ തമിഴ്നാട്ടിൽ തുടർച്ചയായി പെയ്ത മഴയിലും ചുഴലിക്കാറ്റിലും മുല്ലപ്പൂ കൃഷി നശിച്ചു. ഇത് മുല്ലപ്പൂവിൻ്റെ വില കൂടാൻ കാരണമായി. മകരമാസത്തിൽ മഞ്ഞിൻ്റെ കാഠിന്യം വർദ്ധിക്കുന്നതോടെ മുല്ലപ്പൂവിന് ഇനിയും വില ഉയരാനാണ് സാധ്യത. ന്യൂസ് ബ്യൂറോ, തൃശൂർ. 8ാമത് ഡയലോഗ് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം ജനുവരി 9 മുതൽ 12 വരെ ഒറ്റപ്പാലത്ത് നടക്കും. ഒറ്റപ്പാലത്തിന്റെ സാംസ്കാരിക ഭൂപടത്തിൽ സവിശേഷ അടയാളമായി ഇതിനകം ചലച്ചിത്രോത്സവം മാറിക്കഴിഞ്ഞിട്ടുണ്ടെന്ന് K. പ്രേംകുമാർ MLA പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടി. സിനിമാ മേഖലയിൽ അവസരം ലഭിക്കാത്തവർക്കുള്ള പ്രോത്സാഹനവും പ്രചോദനവും കൂടിയാണ് ഡയലോഗ് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവമെന്നും K. പ്രേംകുമാർ MLA വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ജനുവരി 9 മുതൽ 12 വരെയാണ് ഇത്തവണ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം നടക്കുക. ഈ വരുന്ന ജനുവരി മാസം 9, 10, 11, 12 തീയതികളിലാണ് ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ വിശേഷിച്ച് യുവത്വത്തിന്റെ ഒരു ആഘോഷമായിട്ട് ആ ഫെസ്റ്റിവലിനെ മാറ്റാനുള്ള പരിശ്രമമാണ് നടക്കാറുള്ളത്. അവസരം ലഭിക്കപ്പെടാതെ പോകുന്ന സിനിമാ മേഖലയിലെ ഒട്ടേറെ ഡോക്യുമെന്ററികളും അതുപോലെ തന്നെ ഹ്രസ്വചിത്രങ്ങളും ഒക്കെ ഇത്തരത്തിലുള്ള ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിക്കാറുണ്ട്. 8ാമത് അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലാണ് ഈ വരുന്ന ജനുവരി 9 മുതൽ 12 കൂടിയ ദിനങ്ങളിൽ നടക്കുന്നത്. തടവറയിൽ അകപ്പെട്ടവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കലാണ് ചലച്ചിത്രോത്സവത്തിന്റെ പ്രമേയമെന്ന് വാർത്താസമ്മേളനത്തിൽ പ്രോഗ്രാം കൺവീനർ പ്രജിത്ത് ചേതന പറഞ്ഞു. 4 ദിവസങ്ങളിലായി നടക്കുന്ന ചലച്ചിത്രോത്സവത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള സിനിമകൾക്ക് പുറമെ വിദേശ ചിത്രങ്ങളും പ്രദർശിപ്പിക്കും. 40ഓളം ചിത്രങ്ങളുടെ പ്രദർശനമാണ് നടക്കുക. ലക്ഷ്മി തിയേറ്ററിലെ സ്ക്രീനിലാണ് പ്രദർശനം. വിപിൻ രാധാകൃഷ്ണൻ സംവിധാനം ചെയ്ത അങ്കമ്മാളാണ് ഉദ്ഘാടന ചിത്രം. ചലച്ചിത്ര മേഖലയിലെ വിദഗ്ധർ പങ്കെടുക്കുന്ന സംവാദങ്ങൾ, ചർച്ചകൾ എന്നിവയും നടക്കും. വാർത്താസമ്മേളനത്തിൽ വിവിധ കമ്മിറ്റി കൺവീനർമാരായ KS നിർമ്മൽദാസ്, KS ശ്രീവ്യാസൻ, R അഭിജിത്ത് എന്നിവരും പങ്കെടുത്തു.
ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സാമൂഹിക പുരോഗതിക്കായി വ്യക്തികളുടെ പങ്ക് ഉറപ്പാക്കാൻ പുതുവത്സരത്തിൽ കഴിയണമെന്ന് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ. പാലക്കാട് സാമൂഹിക സേവന സംഘടനയായ സ്വപ്നത്തിന്റെ ക്രിസ്തുമസ് പുതുവത്സരാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. സാമൂഹിക സേവനത്തിൽ വ്യക്തികൾക്ക് കൃത്യമായ പങ്കുണ്ടെന്ന് കെ ബിനുമോൾ ചൂണ്ടിക്കാട്ടി. സഹായ മനോഭാവം കാണിച്ചാൽ തന്നെ നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. സേവന മനോഭാവവും സാഹോദര്യവും വളരാൻ കഴിയും വിധം സമൂഹത്തിൽ മാറ്റമുണ്ടാകണമെന്നും കെ ബിനുമോൾ പറഞ്ഞു. അങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ അനാഥരല്ലെന്നും കൃത്യമായി നിങ്ങളെ ബോധ്യപ്പെടാൻ ഈ സമൂഹത്തിന് മുമ്പാകെ ഉയർന്ന ബോധ്യത്തിൽ നിൽക്കാൻ ഒക്കെ നിങ്ങളെ പ്രാപ്തരാക്കുന്ന ഇത്തരം സംഘടനകളെ നമുക്ക് തിരിച്ചറിയാൻ കഴിയേണ്ടതുണ്ട്. മാഷാന്ന് പറയുന്ന ആഗ്രഹിച്ചിട്ടുണ്ടാവും. മാഷായിരിക്കും ചിലപ്പോ പറഞ്ഞ് പോവാൻ മാഷക്ക് കഴിയാതിരുന്നിട്ടുണ്ടാവുക. എന്തായാലും നമുക്ക് ഏതായാലും ജീവിക്കണം, അല്ലെ? ജീവിക്കണം. ജനിച്ചു വരുന്ന ഓരോ മനുഷ്യനും ജീവിക്കാനുള്ള വലിയ അവകാശമുള്ള ഒരു നാടാണ് നമ്മുടെ നാട്. തീർച്ചയായിട്ടും നമ്മൾ ജീവിക്കുമ്പോൾ ഏറ്റവും നന്നായി തലയുയർത്തിപ്പിടിച്ച് മാന്യമായി ജീവിക്കാനുള്ള രീതികൾ ഉണ്ടാക്കണം. സ്വപ്നം പ്രസിഡന്റ് ലില്ലി വാഴയിൽ അധ്യക്ഷത വഹിച്ചു. പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ, SP ആനന്ദ് IPS, ഫാദർ തോമസ് വാഴക്കാല, NJ ജോൺസൺ, ഹസൻ മുഹമ്മദ് ഹാജി, ഫാദർ ജിൻഡോ ചിറയത്ത് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കോട്ടായിയിൽ പൊതു ഇട ശുചീകരണവുമായി ചുമട്ടുതൊഴിലാളികൾ. CITU നേതൃത്വത്തിലാണ് കോട്ടായി സെന്ററിൽ ചുമട്ടുതൊഴിലാളികൾ ശുചീകരണ യജ്ഞം നടത്തിയത്. മാലിന്യമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായാണ് ഹെഡ്ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ CITU നേതൃത്വത്തിൽ കോട്ടായി സെന്ററിൽ ശുചീകരണ യജ്ഞം നടത്തിയത്. കോട്ടായി സെന്ററിൽ ശുചീകരണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ദേവദാസ് നിർവഹിച്ചു. ജനുവരി 1 മുതൽ 15 വരെ തങ്ങളുടെ ഇടങ്ങളിൽ മാലിന്യ ശുചിത്വം വരുത്തി വൃത്തിയായിരിക്കണമെന്ന് തീരുമാനിച്ചതിന്റെ ഭാഗമായാണ് കോട്ടായി സെന്ററിൽ പ്രവർത്തിക്കുന്ന ഹെഡ്ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയന്റെ കോട്ടായി യൂണിറ്റ് തങ്ങളുടെ ആഫീസിൽ പരിസരവും വൃത്തിയാക്കുന്നതിന്റെ ഭാഗമായി ശുചീകരണം നടത്തുകയും കോട്ടായി സെന്റർ, വയോജന പാർക്ക്, CITU ഓഫീസ് പരിസരം എന്നിവിടങ്ങളിലാണ് ശുചീകരണ പ്രവൃത്തി നടത്തിയത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. മന്നം ജയന്തി വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. മനുഷ്യസേവനം ജീവിത ലക്ഷ്യമാക്കിയ മന്നത്ത് പത്മനാഭന്റെ സ്മരണകൾ നവോത്ഥാന കേരളത്തിന് ആവേശവും കരുത്തുമാണ്. സമുദായ പുരോഗതിയിലൂടെ സമൂഹ നന്മ ലക്ഷ്യമിട്ട കർമ്മയോഗിയായിരുന്നു മന്നത്ത് പത്മനാഭൻ. സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിൽ അദ്ദേഹം സൃഷ്ടിച്ച വിപ്ലവകരമായ പരിവർത്തനങ്ങൾ ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. മങ്കര NSS കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ 148ാമത് മന്നം ജയന്തി ആചരിച്ചു. കരയോഗം മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ മാലിനി ശ്രീകുമാർ ഭദ്രദീപം തെളിയിച്ചു. മന്നത്ത് പത്മനാഭന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും നടത്തി. കരയോഗം പ്രസിഡന്റ് സുരേഷ്, സെക്രട്ടറി മുരളി, പാലാട്ട് മോഹൻദാസ്, ശിവൻ തുടങ്ങിയവർ സംസാരിച്ചു. യുഗപ്രഭാവനായ ഭാരത് കേസരി സമുദായാചാര്യൻ മന്നത്ത് പത്മനാഭന്റെ 148ാമത് ജന്മദിനം ഇന്ന് അങ്ങോളം ഇങ്ങോളം ആഘോഷിക്കപ്പെടുകയാണ്. NSS ആസ്ഥാനമായ ചങ്ങനാശ്ശേരിയിലും മറ്റ് താലൂക്ക് യൂണിയൻ ഓഫീസുകളിലും പുഷ്പാർച്ചനയും പ്രഭാഷണവും നടന്നുവരുന്നു. ഇന്ന് ഇവിടെ മങ്കര NSS കരയോഗത്തിൽ ബഹുമാനപ്പെട്ട കമ്മിറ്റി അംഗങ്ങളുടെയും വനിതാ മെമ്പർമാരുടെയും കരയോഗ മെമ്പർമാരുടെയും നേതൃത്വത്തിൽ പുഷ്പാർച്ചന നടക്കുകയുണ്ടായി. സമുദായത്തിന്റെ ഉന്നമനത്തിനായി ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിന്റെ പ്രാധാന്യത്തെപ്പറ്റി പ്രഭാഷണം നടക്കുകയുണ്ടായി. അതോടുകൂടി പരിപാടികൾ സമാപ്തിയിൽ എത്തി. ഷൊർണൂർ നെടുങ്ങോട്ടൂർ NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ 148ാമത് മന്നം ജയന്തി ആഘോഷിച്ചു. കരയോഗം സെക്രട്ടറി പ്രസാദ് K ഷൊർണൂരിന്റെ മാതാവ് കൈപ്പുള്ളി ഗിരിജ ദീപം തെളിയിച്ചു. ഭദ്രദീപം തെളിയിച്ച ശേഷം ആചാര്യന്റെ ഛായാചിത്രത്തിനു മുന്നിൽ പുഷ്പാർച്ചനയോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. കരയോഗം പ്രവർത്തനങ്ങളിലെ മാർഗദർശി പാപ്പുള്ളി കടമ്പാട്ട് രാമചന്ദ്രനെ കരയോഗം പ്രസിഡന്റ് ജനാർദ്ദനൻ കിഴക്കീട്ടിൽ, ട്രഷറർ പുരുഷോത്തമൻ കടമ്പാട്ട് എന്നിവർ ചേർന്ന് പൊന്നാടയണിയിച്ച് മൊമെന്റോ നൽകി ആദരിച്ചു. കരയോഗം സെക്രട്ടറി പ്രസാദ് K ഷൊർണൂർ, വനിതാ സമാജം പ്രസിഡന്റ് KP ഇന്ദിര, കൈപ്പുള്ളി ഗിരിജ, മല്ലിക പുല്ലാട്ട്, സ്മിത കിഴക്കീട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ സമുദായത്തെ മാത്രമല്ല, അതുപോലെ തന്നെ സമൂഹത്തെ ആകെ തന്നെ ഉദ്ധരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം വഹിച്ച പങ്ക്
നിസ്തർക്കമായിട്ടുള്ളൊരു സംഗതിയാണ്. ചരിത്രത്തിന് തങ്കലിപികളിൽ എഴുതപ്പെട്ട അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെ അദ്ദേഹം കർമ്മയോഗിയും സാമൂഹ്യ പരിഷ്കർത്താവും അതുപോലെ തന്നെ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ നായകസ്ഥാനം വഹിക്കുന്നയാളുമാണ്. അത് ഏറെ അഭിമാനത്തോടുകൂടി അദ്ദേഹത്തെ കുറിച്ച് ഇവിടെ ന്യൂസ് സെന്റർ ഷൊർണൂർ. ഷൊർണൂർ മയിൽവാഹനം ഗ്രൂപ്പ് കൂട്ടായ്മ സംഘടിപ്പിച്ചു. CA എബ്രഹാം ജൂനിയർ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ മയിൽവാഹനം കമ്മ്യൂണിറ്റി ഹാളിലാണ് മയിൽവാഹനം ഗ്രൂപ്പിന്റെ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. 200ഓളം പേർ പങ്കെടുത്തു. സച്ചിദാനന്ദൻ കൂറ്റനാട് അധ്യക്ഷത വഹിച്ചു. എൻ മുരളീധരൻ, മോഹനൻ അണക്കപ്പാറ, സുരേഷ് യാക്കര, ഏനുട്ടി, ഡോക്ടർ CA രാജൻ, ഡോക്ടർ CA തമ്പി, രൂപ ജോർജ്, സ്വരൂപ് രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രൂപ്പ് കൂട്ടായ്മയോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും നടന്നു. ന്യൂസ് സെന്റർ ഷൊർണൂർ. വാണിയംകുളം പനയൂർ അയ്യപ്പ ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തിന് കൊടിയേറി. ജനുവരി 9-നാണ് താലപ്പൊലി. തിയന്നൂർ ചിത്രഭാനു നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലായിരുന്നു കൊടിയേറ്റ ചടങ്ങ്. ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിലാണ് പനയൂർ അയ്യപ്പ ക്ഷേത്രത്തിലെ താലപ്പൊലിക്ക് കൊടിയേറിയത്. ജനുവരി 9-നാണ് താലപ്പൊലി. തന്ത്രി തിയന്നൂർ മന കൃഷ്ണചന്ദ്രൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലായിരിക്കും ചടങ്ങുകൾ. താലപ്പൊലി ദിവസമായ വ്യാഴാഴ്ച പ്രത്യേക പൂജകളോടെ ചടങ്ങുകൾ ആരംഭിക്കും. 10-ന് തലയണപ്പറമ്പിൽ വാസുദേവന്റെ നേതൃത്വത്തിൽ പഞ്ചാരിമേളമുണ്ടാകും. ഉച്ചയ്ക്ക് 2-ന് ഗജവീരന്റെയും പാണ്ടിമേളത്തിന്റെയും അകമ്പടിയിൽ പനയൂർ ശിവക്ഷേത്രത്തിൽ നിന്ന് താലമെഴുന്നള്ളിപ്പ് നടക്കും. 4-ന് ഗണപതി സഹായം മിനിപ്പടി കുതിരവേല, വടക്കുംപുറം കാളവേല, ഗുരുസ്ഥാനം കാളവേല, കമ്പനിമുറ്റം കാളവേല, EP നഗർ വേല, മിനി ഇൻഡസ്ട്രിയൽ വേല എന്നിവ ക്ഷേത്രത്തിലെത്തും. 6:30-ക്ക് ദീപാരാധനയും 8-ന് പനയൂർ ഉദയന്റെ നേതൃത്വത്തിലുള്ള മേളത്തോടെ കൂട്ടിയെഴുന്നള്ളിപ്പുമുണ്ടാകും. രാത്രി 9-ന് മെഗാ ഷോ അരങ്ങേറും. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പട്ടാമ്പി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ പെരുമുടിയൂരിൽ വിഷരഹിത പച്ചക്കറി കൃഷിക്ക് തുടക്കമായി. വിത്തുവിതയുടെ ഉദ്ഘാടനം മുഹമ്മദ് മൂസിൻ MLA നിർവഹിച്ചു. വിഷരഹിത പച്ചക്കറി ഉൽപ്പാദനം ലക്ഷ്യമിട്ടാണ് പട്ടാമ്പി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ പച്ചക്കറി കൃഷി ആരംഭിച്ചത്. പെരുമുടിയൂരിലെ കർഷക കൂട്ടായ്മയായ കൈരളി സ്വയം സഹായ സംഘത്തിന്റെ സഹകരണത്തോടെയാണ് കൃഷി. പുതിയ ഗേറ്റ് പരിസരത്ത് സക്കീർ ഹുസൈൻ്റെ സ്ഥലത്താണ് കൃഷി നടത്തുന്നത്. മുഹമ്മദ് മോസിൻ MLA വിത്തുവിതയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇറിഗേഷൻ പദ്ധതി ഇതിപ്പോൾ ഒരു പരിധി വരെ മൈക്രോ ഇറിഗേഷൻ ഇവിടെ സംവിധാനം ചെയ്തിട്ടുണ്ട്. ഇതിനേക്കാൾ വളരെ കുറഞ്ഞ രീതിയിലും മൈക്രോ ഇറിഗേഷൻ പദ്ധതികൾ ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലെ, അതായത് പാലക്കാട് കിഴക്കൻ മേഖലയിലുള്ള കർഷകരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ താല്പര്യമാണ്. അവർ ആ മേഖലയിലൊക്കെ പോകുന്നുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലെ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും മൈക്രോ ഇറിഗേഷനെ കുറിച്ച് കാര്യമായിട്ട് ആ ടെക്നോളജികൾ ഏറ്റെടുത്തിട്ടില്ല. നേരത്തെ കേന്ദ്ര സർക്കാരിന്റെ കോടിക്കണക്കിന് രൂപയുടെ പദ്ധതി സഹായമായിട്ട് മൈക്രോ ഇറിഗേഷനെ പ്രോത്സാഹിപ്പിക്കാനുണ്ടായിരുന്നു. പക്ഷേ കർഷകരെ സംബന്ധിച്ചിടത്തോളം അതിലേക്ക് പോകാനൊരു ധൈര്യമില്ലാത്ത ഒരു നൂതന രീതിയിലാണ് കൃഷി. ട്രിപ്പ് ഇറിഗേഷൻ മാർഗമാണ് ജലസേചനത്തിന് അവലംബിക്കുന്നത്. 5 ഏക്കർ സ്ഥലത്ത് കുമ്പളം, മത്തൻ, തണ്ണിമത്തൻ, മുളക്, വഴുതിന, വെണ്ട തുടങ്ങി മിക്ക പച്ചക്കറി ഇനങ്ങളും കൃഷി ചെയ്യുന്നുണ്ട്. ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് NP വിനയകുമാർ അധ്യക്ഷത വഹിച്ചു. പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി, മുതുതല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A ആനന്ദവല്ലി, പഞ്ചായത്ത് അംഗം ബുഷറ സമദ്, ബാങ്ക് വൈസ് പ്രസിഡന്റ് A സോമൻ, സെക്രട്ടറി സതീദേവി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. യുവധാര യൂത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ ഭാഗമായി മാങ്കുറിശ്ശിയിൽ മേഖലാതല മത്സരങ്ങൾ സംഘടിപ്പിച്ചു. കലാമണ്ഡലം ഐശ്വര്യ ഉദ്ഘാടനം ചെയ്തു. DYFI മേഖലാ പ്രസിഡന്റ് CR ജയരാജ് അധ്യക്ഷത വഹിച്ചു.
CPM ഏരിയ കമ്മിറ്റി അംഗം CM അബ്ദുറഹ്മാൻ, ലോക്കൽ സെക്രട്ടറി ER ശശി, KB സുധീർ, KP ഷാജീവ്, നിതിൻ എന്നിവർ സംസാരിച്ചു. മേഖലാ സെക്രട്ടറി മുഹമ്മദ് ഷാഫി സ്വാഗതവും രജീഷ് നന്ദിയും പറഞ്ഞു. ആദിശങ്കര അദ്വൈത അഖണ്ഡയുടെ നേതൃത്വത്തിൽ പാമ്പാടി ഭാരതപ്പുഴ കടവിൽ ജനുവരി 11-12 തീയതികളിൽ കേരള കുംഭമേള നടക്കും. പ്രകൃതി സംരക്ഷണവും വൈരാഗ്യമില്ലാത്ത സമൂഹവും ലക്ഷ്യം വെച്ചാണ് കുംഭമേള നടത്തുന്നതെന്ന് സ്വാമി സാധു കൃഷ്ണാനന്ദ സരസ്വതി പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആരാധനാലയങ്ങൾ പോലെ സംരക്ഷിക്കപ്പെടേണ്ടതാണ് പ്രകൃതിയെന്ന് സ്വാമി സാധു കൃഷ്ണാനന്ദ സരസ്വതി ചൂണ്ടിക്കാട്ടി. സമൂഹ മനസ്സുകളിലെ മാലിന്യം ഇല്ലാതാകണം. ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജിൽ നടക്കുന്ന കുംഭമേളയ്ക്ക് മുന്നോടിയായാണ് പാമ്പാടിയിലും കുംഭമേള നടത്തുന്നത്. 108 സന്യാസി വര്യർ കുംഭമേളയ്ക്ക് നേതൃത്വം നൽകും. ശനിയാഴ്ച നദി ആരതി, ആചാര്യവരണം എന്നിവ നടക്കും. സാംസ്കാരിക സമ്മേളനത്തിൽ കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ, പ്രകൃതി സ്നേഹികൾ എന്നിവർ പങ്കെടുക്കും. നാരായണീയ പാരായണം, സന്യാസി സംഗമം എന്നിവയും കുംഭമേളയുടെ ഭാഗമായി നടക്കുമെന്നും സ്വാമി കൃഷ്ണാനന്ദ സരസ്വതി പറഞ്ഞു. ഒരുപാട് വിഷയങ്ങൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ നമ്മൾ കാണാറുണ്ട്. മതപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും ഒക്കെ, അതുപോലെ മറ്റുള്ള ദുർനടപ്പുകളിലൂടെയൊക്കെ നടക്കുന്ന പ്രതികൂല സാഹചര്യങ്ങൾ. എന്നാൽ പ്രകൃതി എന്ന ആ ഒരു വിഷയത്തിലൂടെ സമൂഹത്തെ ഒന്നിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആദിശങ്കര അദ്വൈത അഖാഡയാണ് നേതൃത്വം നൽകിക്കൊണ്ട് ഇങ്ങനെയൊരു ലഘു പുഷ്കർ സംഘടിപ്പിക്കുന്നത്. നദികൾ സംരക്ഷിക്കുക, വൃക്ഷങ്ങൾ, അതുപോലെ പ്രകൃതിജന്യമായ സസ്യാഹാര സമ്പുഷ്ടമായ ഒരു പ്രകൃതിയെ, ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുക എന്ന ലക്ഷ്യം, അതുപോലെ പരസ്പര സ്നേഹവും ബഹുമാനവും ആദരവും വളർത്തിയെടുക്കുക എന്നതുമാണ് ആദിശങ്കര അദ്വൈത അഖാഡയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ലഘു പുഷ്കറിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. ഇന്ന് ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ സന്യാസി ശിഷ്യരുള്ളതും ഏറ്റവും കൂടുതൽ ഭാഷകളിൽ സംസാരിക്കുകയും വിദേശ രാജ്യങ്ങളിലടക്കം 37ഓളം രാജ്യങ്ങളിൽ സന്ദർശിച്ച് നിരവധി രാജ്യങ്ങളിൽ പ്രതിഷ്ഠകളൊക്കെ നടത്തിയിട്ടുള്ള സംപൂജ്യ സ്വാമി അന്താരാഷ്ട്ര ധർമ്മ സേവകൻ മഹാമണ്ഡലേശ്വർ സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി മഹാരാജാണ് ആദിശങ്കര അദ്വൈത അഖാഡയുടെ സ്ഥാപകൻ. കോർഡിനേറ്റർ സ്വാമി രാമപ്രസാദാനന്ദ സരസ്വതി, ഡോക്ടർ ശ്യാമപ്രസാദ്, കണ്ണൻകുട്ടി വടക്കന്തറ, VR മോഹൻദാസ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ദേശമംഗലത്തിന്റെ ഗ്രാമീണ ഹൃദയം പകർത്തുന്ന കവിതാ സമാഹാരവുമായി സിദ്ധി കുളപ്പുറത്ത്. എൻ്റെ നാട് എന്ന കവിതാ സമാഹാരത്തിന്റെ പ്രകാശനം വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് നടക്കുമെന്ന് പുസ്തക പ്രകാശന കമ്മിറ്റി ഭാരവാഹികൾ ചെറുതുരുത്തിയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഗ്രാമീണ ജനതയിൽ നിന്ന് ശേഖരിച്ച വിവരണങ്ങളാണ് കവിതാരൂപത്തിൽ സിദ്ധി കുളപ്പുറത്ത് പുസ്തകമാക്കുന്നത്. ദേശമംഗലത്തിൻ്റെ ഗ്രാമീണ സ്പന്ദനമായിരിക്കും ഈ പുസ്തകം. വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് MLA UR പ്രദീപ് പുസ്തക പ്രകാശനം നിർവഹിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇത്തരമൊരു പുസ്തകം പുറത്തിറക്കുന്നതിൽ ഗ്രാമവാസികൾ ഏറെ ആഹ്ലാദത്തിലാണെന്നും വേറിട്ട വായനാനുഭവം സമ്മാനിക്കാൻ പുസ്തകത്തിന് കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും സിദ്ധി കുളപ്പുറത്ത് പറഞ്ഞു. പുസ്തക പ്രകാശന ചടങ്ങിൽ കവി റഫീഖ് അഹമ്മദ്, ദേശമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് K ജയരാജ്, ഗിന്നസ് സത്താർ, KS ഹംസ തുടങ്ങിയവർ പങ്കെടുക്കും. നമ്മുടെ പ്രിയപ്പെട്ട കവി സിദ്ദീഖിൻ്റെ ബുക്ക് പ്രകാശനം നാളെ വൈകിട്ട് 4 മണിക്കാണ് നടത്തപ്പെടുന്നത് പള്ള സെൻറ്ററിൽ വെച്ചിട്ട്. ആ പരിപാടിയുടെ ഉദ്ഘാടകൻ നമ്മുടെ മണ്ഡലത്തിലെ പ്രിയപ്പെട്ട MLA UR പ്രദീപാണ്. ബുക്ക് പ്രകാശനം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിൽ അറിയപ്പെട്ട പ്രഗത്ഭനായ ഗാനരചയിതാവ് റഫീഖ് അഹമ്മദാണ്. മറ്റു ജനറൽ സെക്രട്ടറി പറഞ്ഞ മാതിരി പ്രഗത്ഭരായിട്ടുള്ള നിരവധി ആളുകൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ പുസ്തക പ്രകാശന കമ്മിറ്റി ഭാരവാഹികളായ ഷാജി വള്ളം, KK മുഹമ്മദ്, ഉമ്മർ കുണ്ടുംപറമ്പിൽ എന്നിവരും സിദ്ധി കുളപ്പുറത്തിനൊപ്പം പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. സ്പോർട്സ്. കേരള സ്പോർട്സ് കൗൺസിലിന്റെ സഹകരണത്തോടെ സംസ്ഥാന സോഫ്റ്റ് ബോൾ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന 29ാമത് സോഫ്റ്റ് ബോൾ ചാമ്പ്യൻഷിപ്പ് പാലക്കാട്ട് തുടങ്ങി. മേഴ്സി കോളേജ് ഗ്രൗണ്ടിൽ VK ശ്രീകണ്ഠൻ MP ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു. പ്രിയപ്പെട്ട MLA, പൊതുവായിട്ട് പാലക്കാട് ജില്ലയിലെ സ്പോർട്സിന് വേണ്ടി സംസ്ഥാന സർക്കാരിൻ്റെയും അതുപോലെ സ്പോർട്സ് വകുപ്പിൻ്റെയും ഒക്കെ ആഭിമുഖ്യത്തിൽ
നിരവധി പ്രവർത്തനങ്ങളാണ് നടത്തിയത്. നമ്മുടെ ജില്ലയിൽ കഴിഞ്ഞ ഒളിമ്പിക്സിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സാന്നിധ്യം അറിയിച്ച ശ്രീശങ്കറും നമ്മുടെ പാലക്കാട്ടുകാരാണ്. ഒരുപാട് അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ഇന്ന് കായിക കുതിപ്പിന് നേതൃത്വം നൽകുന്നത് പാലക്കാട് ജില്ലയാണ്. നമ്മുടെ കേരളത്തിൽ നിന്നും ഒരുപാട് താരങ്ങൾ ദേശീയ തലത്തിൽ ഉയർന്നു വരുന്നു വിവിധ മേഖലകളിലായി. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും നല്ല പ്രതീക്ഷയാണ് കായിക ലോകത്തിനോട്, കേരളത്തിലെ കായിക ലോകത്തിനോട്. സംസ്ഥാനത്തെ 14 ജില്ലാ ടീമുകളാണ് ചാമ്പ്യൻഷിപ്പിൽ മാറ്റുരയ്ക്കുന്നത്. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിലായി ആൺകുട്ടികളും പെൺകുട്ടികളും മാറ്റുരയ്ക്കുന്ന ചാമ്പ്യൻഷിപ്പ് ജനുവരി 5-ന് സമാപിക്കും. ഉദ്ഘാടന സമ്മേളനത്തിൽ കെ ബാബു MLA അധ്യക്ഷത വഹിച്ചു. KSSC, KSA ഭാരവാഹികളായ G ഗോപാലകൃഷ്ണൻ, PB പ്രീതി, NS സിജിൻ, KP അനീഷ്, A അനിൽ, ജോൺസൺ, പ്രൊഫസർ P മാത്യു എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. മുതലമട പഞ്ചായത്തിൽ ഭരണപ്രതിസന്ധി സൃഷ്ടിക്കാൻ CPM ശ്രമമെന്ന് ആദിവാസി സംരക്ഷണ സമിതി. ഭരണം നഷ്ടപ്പെട്ട CPM ജീവനക്കാരെ സ്ഥലം മാറ്റിയും ഭീഷണിപ്പെടുത്തിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണെന്ന് സമിതി സെക്രട്ടറി മാരിയപ്പൻ നീലിപ്പാറ. 47 ആദിവാസി കോളനികളും 47 പട്ടികജാതി കോളനികളുമുള്ള പഞ്ചായത്തിൽ ട്രൈബൽ ഓഫീസർ പോലുമില്ല. മുള്ളൂർക്കര ആറ്റൂരിൽ പുതുവർഷ ആശംസ പറയാതിരുന്നതിന്റെ പേരിൽ യുവാവിനെ കുത്തിവീഴ്ത്തി ഒളിവിൽ പോയ പ്രതി പോലീസിന്റെ പിടിയിൽ. ചെറുതുരുത്തി പോലീസ് പ്രതി ഷാഫിയെ പിടികൂടിയത് വടക്കാഞ്ചേരിയിൽ വെച്ച്. കഴിഞ്ഞ ദിവസം കുത്തേറ്റത് ആറ്റൂർ സ്വദേശി സുഹൈബ് എന്ന യുവാവ്. തൃശൂർ വേലൂരിൽ കടന്നൽ കുത്തേറ്റ് ഗൃഹനാഥൻ മരിച്ചു. മരിച്ചത് കർഷകനായ വല്ലൂരാൻ വീട്ടിൽ ഷാജു. ഷാജുവിന് കടന്നൽ കുത്തേറ്റത് കൃഷിയിടത്തിൽ വെച്ച്. തർക്കങ്ങൾ വിട്ടൊഴിയാതെ ഓങ്ങല്ലൂർ ടൗണിലെ ഓട്ടോറിക്ഷ ക്യൂ സിസ്റ്റം നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ഓട്ടോ തൊഴിലാളികൾ പഞ്ചായത്ത് അധികൃതർക്ക് നിവേദനം നൽകി. പഞ്ചായത്ത് പരിധിയിലെ ഒരു സ്റ്റാൻഡിൽ മാത്രം ക്യൂ സിസ്റ്റം കൊണ്ടുവരുന്നത് വിവേചനമെന്ന വാദവുമായി പ്രതിപക്ഷ UDF അംഗങ്ങൾ. പട്ടാമ്പി കുളപ്പുള്ളി റോഡ് നവീകരണം പുരോഗമിക്കുന്നു. മഞ്ഞളുങ്ങൽ മേഖലയിൽ ആദ്യഘട്ട ടാറിംഗ് ആരംഭിച്ചു. റൂട്ടിൽ ഗതാഗത നിയന്ത്രണം. സമഗ്ര റോഡ് നവീകരണം കിഫ്ബിയിൽ നിന്ന് അനുവദിച്ച 82 കോടി രൂപ ചിലവിൽ. മുല്ലപ്പൂവിന് തീവില. 1 കിലോ മുല്ലപ്പൂവിന് കേരളത്തിൽ വില 4000 രൂപയ്ക്ക് മുകളിലായി. പ്രതികൂല കാലാവസ്ഥ മൂലം തമിഴ്നാട്ടിൽ നിന്ന് പൂക്കളെത്തുന്നതിൽ സംഭവിച്ച കുറവ് വിലക്കയറ്റത്തിന് കാരണമെന്ന് പൂക്കച്ചവടക്കാർ. ഗുരുവായൂരിൽ 1 മുഴം പൂവിന് വില 100 രൂപ വരെ. ഒറ്റപ്പാലത്ത് ഡയലോഗ് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന് ഒരുക്കങ്ങളായി. ഫിലിം ഫെസ്റ്റിവൽ ജനുവരി 9 മുതൽ 12 വരെ. ഒറ്റപ്പാലത്തിന്റെ സാംസ്കാരിക ഭൂപടത്തിൽ സവിശേഷ അടയാളമായി ചലച്ചിത്രോത്സവം മാറിയിട്ടുണ്ടെന്ന് K പ്രേംകുമാർ MLA. തടവറയിൽ അകപ്പെട്ടവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കലാണ് 8ാമത് ഡയലോഗ് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ പ്രമേയമെന്ന് സംഘാടകർ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.